അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا. പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 23-ാമത്തെ വചനമാണ് ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽ ഓതിക്കേൾപ്പിച്ചത്. ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവരുടെ പ്രവർത്തനങ്ങളെ, അവരുടെ നന്മകളെ, അവരുടെ സൽക്കർമ്മങ്ങളെ ഹബാഅം മൻസൂറ, വിതറപ്പെട്ട ധൂളികളാക്കി നാം മാറ്റുന്നതാണ് എന്ന്. എന്തുകൊണ്ടാണ് അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളെ തകർത്തത്? എന്തുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു അവഗണിച്ചത്? ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീർ രേഖപ്പെടുത്തുകയാണ്. വദാലിക ലിഅന്നഹാ ഫഖദത്തി ശർത ശർഇയ്യ ഇമ്മൽ ഇഖ്ലാസു ഫീഹാ വഇമ്മൽ മുതാബഅതു ലിശ്ശർഇല്ല ഫകുല്ലു അമലിൻ ലാ യകൂനു ഖാലിസൻ വഅലാ ശരീഅത്തിൽ മർദിയത്തി ഫഹുവ ബാത്തിൽ എന്ന്. അള്ളാഹു സൽക്കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ചില നിബന്ധനകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇഖ്ലാസ് എന്നത്. രണ്ടാമത്തത് ഇത്തിബാ എന്നത്, അഥവാ പ്രവാചക അനുധാവനം എന്ന്. ഇത് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു നിഷ്ഫലമാക്കിയത്. സഹോദരങ്ങളെ, നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും നല്ല കാര്യങ്ങളും അള്ളാഹുവിന് മാത്രമാക്കി ചെയ്യുവാൻ നാം കൽപ്പിക്കപ്പെട്ടവരാണ്. അങ്ങനെയാണ് നമ്മൾ സൽക്കർമ്മങ്ങളും നന്മകളും ചെയ്യേണ്ടത്. അഥവാ നമ്മുടെ കർമ്മങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാവണം. അതാണ് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചത്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. എങ്ങനെ? മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അള്ളാഹുവിനെ മാത്രം ആക്കിക്കൊണ്ട്. അഥവാ നാം അള്ളാഹുവിനെ ആരാധിക്കേണ്ടതും അള്ളാഹു അവനെ ആരാധിക്കാൻ കൽപ്പിച്ചതും ഇഖ്ലാസോടുകൂടിയായിരിക്കണം, ആത്മാർത്ഥതയോടുകൂടിയായിരിക്കണം. നാളെ പരലോകത്ത് ചില ആളുകളുടെ സൽക്കർമ്മങ്ങളെ, നന്മകളെ അള്ളാഹു മാറ്റിവെക്കുകയാണ്. ആ സന്ദർഭത്തിൽ മലക്കുകൾ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവെ, ഞങ്ങളതിൽ നന്മകളാണല്ലോ കാണുന്നത് എന്ന്. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ഹാദാ കാന ലിഗൈരി, ഈ അമലുകളൊന്നും എനിക്കു വേണ്ടിയല്ല. വലാ അഖ്ബലുൽ യൗമ മിനൽ അമലി ഇല്ലാ മാ കാന ബുതഇയ ബിഹി വജ്ഹി, എൻ്റെ വജ്ഹ് ആഗ്രഹിക്കാതെ, എൻ്റെ പൊരുത്തം ആഗ്രഹിക്കാതെ ചെയ്ത ഒരു അമലും ഞാൻ സ്വീകരിക്കുകയില്ല എന്ന്. അതുകൊണ്ടാണ് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഖ്ബലു അൽ അമൽ ഇല്ലാ മാ കാന ലഹു ഖാലിസൻ എന്ന്. നിഷ്കളങ്കതയില്ലാത്ത, ഇഖ്ലാസില്ലാത്ത ഒരു മനുഷ്യൻ്റെയും സൽക്കർമ്മങ്ങൾ, ഒരു വിശ്വാസിയുടെയും സൽപ്രവർത്തികൾ അള്ളാഹു സ്വീകരിക്കുന്നതല്ല എന്നത്. സഹോദരങ്ങളെ, എന്താണ് ഇഖ്ലാസ്? മഹാന്മാരായ ഉലമാക്കൾ കൃത്യമായ നിർവചനം അതിന് നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ നിർവചനം, ശിർക്കിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നല്ല നീയത്തുകൊണ്ട് കർമ്മങ്ങളെ ശുദ്ധീകരിക്കലാണ് ഇഖ്ലാസ് എന്ന്. മറ്റൊരഭിപ്രായം, തഖ്ലീസുൽ ഖസ്ദ് ലില്ലാഹി തആല ഫി ജമീഇൽ ഇബാദാത്തിൽ വാജിബത്തി വൽ മുസ്തഹബ്ബത്തി ഹുഖൂഖില്ലാഹി വ ഹുഖൂഖി ഇബാദിഹി ഐ അഖ്ലിസു ലില്ലാഹി തആല ഫി കുല്ലി മാ തുദീനുനഹു വ തതഖറബൂന ബിഹി ഇലൈഹി. എല്ലാ നിർബന്ധമായ ഐച്ഛികമായ ഇബാദാത്തുകളിലും അള്ളാഹുവിനോടും അവൻ്റെ സൃഷ്ടികളോടുമുള്ള കടമകളിലും
അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ചെയ്യേണ്ടുന്ന കർമ്മങ്ങളിലും അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മുടെ പ്രവർത്തനം അള്ളാഹുവിന് മാത്രം ആക്കലാണ്, അഥവാ അള്ളാഹുവിന് വേണ്ടി മാത്രം പ്രവർത്തിക്കലാണ് ഇഖ്ലാസ് എന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അതീവ ഗൗരവത്തോടെ ആലോചിക്കേണ്ടുന്ന പ്രധാനമായും 4 കാര്യങ്ങളുണ്ട്. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രമാണോ? രണ്ടാമത്തെ കാര്യം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മളെ തന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണോ? മൂന്നാമത്തത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും സ്നേഹവും കൂലിയും പ്രതിഫലവും മോഹിച്ചുകൊണ്ടാണോ? നാലാമത്തത്, അള്ളാഹിൻ്റെ പൊരുത്തം മാറ്റിവെച്ച് ഭൗതികമായ ഐഹികമായ നേട്ടത്തിനു വേണ്ടിയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിങ്കിൽ അസ്വീകാര്യമാണ് എന്നതാണ്. സഹോദരങ്ങളെ, ഇഖ്ലാസ് എന്ന് പറയുന്നത് ശൈത്വാന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മെ തടുക്കുന്ന ശക്തമായൊരു പരിചയാണ് ഇഖ്ലാസ്. ശൈത്വാന്റെ വാക്കായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, എല്ലാ അടിമകളെയും ഞാൻ വഴിവിയപ്പിക്കും എന്നാണ്. ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലിസീൻ, നിഷ്കളങ്കതയുള്ള ആത്മാർത്ഥതയുള്ള ഇഖ്ലാസുള്ള ഒരു അടിമയെയും പിശാചിന് ശൈത്വാന് വഴിവിയപ്പിക്കാൻ കഴിയില്ല. ബാക്കി എല്ലാവരെയും വഴിവിയപ്പിക്കാൻ കഴിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങൾ, നമ്മൾ ഉച്ചരിക്കുന്ന പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലയുടെ ഫലം ഐഹിക ലോകത്തിലും പാരത്രിക ലോകത്തിലും നമുക്ക് ലഭിക്കണമെങ്കിൽ അതിൽ ഇഖ്ലാസ് ഉണ്ടാവണമെന്ന് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്തിനേറെ പറയണം, മുനാഫിക്കീങ്ങളെ എത്ര ശക്തമായ ഭാഷയിലാണ് ആക്ഷേപിച്ചത്, എത്ര ശക്തമായ ഭാഷയിൽ അള്ളാഹു കുറ്റപ്പെടുത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞത്, നബിയെ ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും. നബിയെ, താങ്കൾ അവർക്ക് വേണ്ടി 70 തവണ ഇസ്തിഗ്ഫാർ നടത്തിയാലും അവർക്ക് ഞാൻ പുറത്തു കൊടുക്കൂല, അള്ളാഹ് അവർക്ക് പുറത്തു കൊടുക്കൂല. അത്രമേൽ ആക്ഷേപത്തിന് വിധേയരായത് മുനാഫിക്കീങ്ങൾ, അത്രമേൽ ആക്ഷേപത്തിന് അർഹരായത് എന്തുകൊണ്ടാണ്? മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അവരിൽ ഇഖ്ലാസ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർമ്മങ്ങളിൽ ഇഖ്ലാസിനെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഫുളൈൽ ഇബ്നു ഇയാദിനോട് മകൻ ചോദിക്കുന്നുണ്ട്, സ്വഹാബത്തിന്റെ സംസാരങ്ങൾ എത്ര അതിമനോഹരമാണോ എന്ന്. ആ സമയത്ത് ഫുളൈൽ ഇബ്നു ഇയാദ് പറയുന്നു, അവരുടെ വാക്കുകളും പ്രവർത്തികളും അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. അള്ളാഹിൻ്റെ കൂലി, അള്ളാഹിൻ്റെ പ്രതിഫലം, അള്ളാഹിൻ്റെ പൊരുത്തം, അള്ളാഹുവിൻ്റെ ഇഷ്ടം, അതുകൊണ്ടാണ് അവരുടെ വാക്കുകളും പ്രവർത്തികളും അതിമനോഹരമായി തീർന്നത് എന്ന്. സഹോദരങ്ങളെ, നമ്മുടെ ആരാധനകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അനുസരിച്ചുകൊണ്ടായിരിക്കണമെന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ കർക്കശമായ കണിശമായ നിലപാടാണ്. കാരണം നമ്മുടെ ആരാധനാകർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസിൻ്റെ കൂടെ ഇത്തിബാ ഉണ്ടാകൽ നിർബന്ധമാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 113-ാമത്തെ 112-ാമത്തെ വചനം, ബലാമൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനുൻ. സൽക്കർമ്മിയായി കൊണ്ട് ആരാണോ അള്ളാഹുവിന് വേണ്ടി ആത്മസമർപ്പണം നടത്തുന്നത്, അവന് അള്ളാഹുവിൻ്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലമുണ്ട്. അവർ ദുഃഖിക്കേണ്ടി വരികയില്ല, അവർ വ്യസനിക്കേണ്ടി വരികയില്ല. ഈ ആയത്തിലെ വഹുവ മുഹ്സിൻ എന്ന വാക്കിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഐ മുത്തബിയുൻ ഫീഹി റസൂൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നതാണ്. എന്നിട്ട് ഇമാം അവറുകൾ പറയുന്നു, ഫഇന്നലിൽ അമലി അൽ മുത്തഖബ്ബലി ഷർത്തീൻ, സ്വീകരിക്കപ്പെടുന്ന പ്രവർത്തനത്തിന് 2 ഷർത്തുകളുണ്ട്. അഹദുഹുമ, അതിൽ ഒന്നാമത്തത് അൻ യകൂന ഖാലിസൻ ലില്ലാഹി വഹദ, പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് മാത്രമാവുക എന്നതാണ്. വൽ ആഖറു, രണ്ടാമത്തത് അൻ യകൂന സവാബൻ മുവാഫിക്കൽ ലിശ്ശരീഅ, മതത്തിൻ്റെ നിയമങ്ങളോട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയോട് യോജിച്ചതാവുക എന്നതാണ്. ഫമതാ കാന ഖാലിസൻ വലം യകുൻ സവാബൻ ലം യുതഖബ്ബൽ,
ഇനി ഇഖ്ലാസുണ്ട്, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോട് യോജിച്ചതല്ലെങ്കിൽ ലം യുതഖബ്ബൽ, അത് സ്വീകരിക്കപ്പെടുന്നതല്ല. വലിഹാദ, അതുകൊണ്ടാണ് ഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പനയിൽ പെടാത്ത കാര്യം ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്. കൊണ്ടുവന്നവനെയും തള്ളണം, ആ ആശയത്തെയും തള്ളണമെന്നത്. നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആനിലെ മറ്റൊരായത്ത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ വചനമാണ്. അള്ളാഹു ഈ ജീവിതത്തെയും മരണത്തെയും സംവിധാനിച്ചത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നവർ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്. എന്തായി നന്നായ പ്രവർത്തനം എന്താണ്? ഏറ്റവും നല്ല പ്രവർത്തനം എന്താണ്? മഹാനായ ഫുലൈൽ ഇബ്നു ഇയാദ് അത് പറയുന്നുണ്ട്, അഖ്ലസുഹു വ അസ്വബുഹു എന്ന്. എന്താണ് അഖ്ലസുഹു അസ്വബുഹു എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാനവറുകൾ പറയുന്നു, ഇന്നൽ അമല ഇദാ കാന ഖാലിസൻ, നിശ്ചയമായ ഒരു പ്രവർത്തനം ഇഖ്ലാസ് ഉള്ളതാണെങ്കിൽ, വലം യക്കുൻ സവാബൻ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോട് യോജിക്കാത്തതാണെങ്കിൽ, ലം യുഖ്ബൽ, അത് സ്വീകരിക്കപ്പെടുകയില്ല. വൈദാ കാന സവാബൻ വലം യക്കുൻ ഖാലിസൻ ലം യുഖ്ബൽ, ഇനി മതത്തോട് യോജിച്ചതാണ്, റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്, പക്ഷേ ഇഖ്ലാസ് ഇല്ലെങ്കിൽ ലം യുഖ്ബൽ, അത് സ്വീകരിക്കപ്പെടുകയില്ല. ഹത്താ യക്കുന ഖാലിസൻ സവാബൻ സവാബ വൽ ഖാലിസൻ യക്കുന ലില്ലാഹ്. എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹുവിന് വേണ്ടി മാത്രമാവുക എന്നതാണ്. വസ്സവാബു എന്ന് പറഞ്ഞാൽ യകൂന അല സുന്ന, അത് സുന്നത്തിനോട് അനുയോജ്യമാവുക, യോജിച്ചു വരിക എന്നതാണ്. മഹാനായ ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹുവും റസൂലും കൽപ്പിക്കാത്തൊരു കാര്യം ദീനിൽ ആരു കൊണ്ടുവന്നാലും, എത്ര വലിയ സംഗതിയാണെങ്കിലും, കൊണ്ടുവന്നതിനെയും കൊണ്ടുവന്നവനെയും തള്ളണമെന്നാണ്. അതിന് ദീനിൽ സ്ഥാനമില്ല എന്ന് മഹാനായ ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇമാം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അതേ, അള്ളാഹുവിൻ്റെ അടുക്കൽ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ, തള്ളാതെ പോകണമെങ്കിൽ, അവഗണിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ നീയത്ത് നന്നാക്കണം, നമ്മുടെ ഇഖ്ലാസ് നന്നാക്കണം. നമ്മൾ പറയുന്ന വാക്കുകളും പ്രവർത്തികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്ക് അനുസരിച്ചാവണമെന്ന് മഹാന്മാരായ ഉലമാക്കൾ, മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഇഖ്ലാസ് ഉണ്ടോ? ഇഖ്ലാസ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തിരുത്തുവാനും അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുവാനും, അള്ളാഹുവേ, എൻ്റെ കർമ്മങ്ങൾ നീ ഇഖ്ലാസ് തരണേ, നിഷ്കളങ്കത തരണേ. അതേപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പ്രവാചക സുന്നത്തിനെതിരായി പോകുന്നുണ്ടോ? റസൂൽ പഠിപ്പിക്കാത്തതാണോ? അള്ളാഹു പഠിപ്പിക്കാത്തതാണോ? എങ്ങനെ ഒഴിവാക്കാനും നമുക്ക് കഴിയണം. അങ്ങനെ ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും, ഇഖ്ലാസിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.